ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു അധ്യായത്തിലൂടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ വളരെ വിശദമായി നമ്മൾ പരിചയപ്പെടുകയാണ്. ഓൾറെഡി നിങ്ങൾ സ്കൂൾ പഠനകാലം മുതൽ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നുണ്ടാകാം. PSC പരീക്ഷയ്ക്ക് വേണ്ടി വ്യത്യസ്ത ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗം മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗം വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിന് 3 ഭാഗങ്ങളുണ്ടാകും. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ബേസിക്സ് ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ഭാഗത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില പോയിന്റുകളും, മൂന്നാമത്തെ ഭാഗത്ത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് കോംപ്ലക്സ് സെന്റൻസുകൾ പോലെയുള്ള സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കോംപ്ലക്സ് സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ആദ്യാവസാനം കാണുന്ന ഒരാളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഏരിയ പെർഫെക്റ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. 100% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഭാഗവും ഈ ഒരൊറ്റ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന് വളരെ ലെങ്ത് കൂടുതലായിരിക്കും. അത്തരത്തിലൊരു മാനസികാവസ്ഥയോട് കൂടി വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വളരെ ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ അൺഅക്കാദമി പ്ലസ്സിൽ 17-ാം തീയതി മുതൽ ഒരു പുതിയ കോഴ്സ് 90 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. ദീപം എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. ഈ കോഴ്സിൽ ഞാൻ ഇംഗ്ലീഷ് വിഭാഗത്തിലെ മുഴുവൻ ടോപ്പിക്കുകളും വളരെ കോംപ്രഹെൻസീവായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 20 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുപോലെ മറ്റ് പ്രമുഖരായിട്ടുള്ള അധ്യാപകർ വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ കോഴ്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ 17-നാണ്. ഈ കോഴ്സ് നിങ്ങളൊരു 1.5 വർഷം കൊണ്ട് എന്താണ് പഠിക്കുന്നത്, ഒരു 1.5 വർഷം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ, കണ്ടന്റുകൾ നിങ്ങൾക്ക് കേവലം 90 ദിവസത്തിനുള്ളിൽ 3 മാസം കൊണ്ട് ആർജിക്കാൻ സാധിക്കും. ഏറെക്കുറെ ഒരു ദിവസം ആവറേജ് 5 മണിക്കൂർ ക്ലാസ്സെങ്കിലും ഒരു ദിവസം ഉണ്ടാകും. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകളാണ് താമസിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് അൺഅക്കാദമി പ്ലസ്സിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്ന് പറയും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അൺഅക്കാദമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആപ്പിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ, ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് നിന്ന് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഭാഗം കാണാം, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഈ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പ്ലസ്സിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും, ഈ ദീപം എന്ന് പറയുന്ന കോഴ്സിന് പുറമെ വേറെയും ചില കോഴ്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. വളരെ തുച്ഛമായ ഫീസുകൾ മാത്രമേ ഉള്ളൂ. ഫീസ് വ്യവസ്ഥകളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. 9495759782 നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞാൻ സഹായിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അൺഅക്കാദമി ആപ്പിൽ കയറിയിട്ട് ചെക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഫീസ് വ്യവസ്ഥകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ റെഫറൽ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ജാഫർ സാദിഖ് ലൈവ് എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് വേണം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. ജാഫർ സാദിഖ് ലൈവ് എന്ന് പറയുന്ന ഈ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10%, അതുപോലെ കമ്പനി തരുന്ന 10% ഉൾപ്പെടെ 19% കിഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ തുച്ഛമായ ഫീസോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം ആർജിച്ചെടുക്കാൻ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. എത്രയും പെട്ടെന്ന് അൺഅക്കാദമി പ്ലസിലേക്ക് വരിക. ഓക്കെ, ഇനി നമുക്ക് ഈ കോഴ്സ് ആരംഭിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോംപ്രഹെൻസീവ് കോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈ ഗ്രാമർ അധ്യായത്തിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ടാഗ്സ് ഇൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സാധാരണ ധാരാളം ക്വസ്റ്റ്യൻസുകളിൽ ഒരു വിഭാഗം ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമുക്കറിയാം, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസിനെ പൊതുവെ ഗ്രാമറിൽ തരംതിരിക്കുന്നത് 6 വിഭാഗമായിട്ടാണ്. ചോദ്യങ്ങൾ 6 തരത്തിലുണ്ട് ഇംഗ്ലീഷിൽ. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ്, WH വാക്കുകളിൽ നിന്ന്, അല്ലേ? വാട്ട്, വെൻ, വേർ, വൈ, ഇതുപോലെയുള്ള WH വാക്കുകളിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ ആൻസർ? അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നുകിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. അതാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ടാഗിലായിരിക്കും ആരംഭിക്കുക. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആർ യു ഗോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന ആൻസർ പറയാൻ സാധിക്കുകയുള്ളൂ. ആർ യു ഗോയിങ് എന്ന് പറയുന്നത്, അല്ലേ, ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിലാണ്. ആർ യു ഗോയിങ്. ഓക്കെ,
അപ്പോൾ ഇതുപോലെ ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈസ് ഇറ്റ് വെനസ്ഡേ ടുഡേ, ഈസ് ഇറ്റ് സൺഡേ ടുഡേ എന്ന് പറയുമ്പോൾ ഈസ് എന്ന് പറയുന്ന ഈസ് ഇറ്റ് സൺഡേ, ഈസ് ഇറ്റ് സൺഡേ ടുഡേ, ഈസ് ഇറ്റ് സൺഡേ ടുഡേ. അപ്പോൾ യെസ് ഓർ നോ എന്ന് നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. അവിടെ യെസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിൽ നിന്ന് ആരംഭിക്കുന്നു, അതുകൊണ്ട് അത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ടാഗ് ക്വസ്റ്റ്യൻസ്. ടാഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഈ ക്ലാസ്. എങ്കിലും ഞാൻ ആമുഖമായി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നൽകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡു ലൈക്ക് ടീ ഓർ കോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ 2 ഓപ്ഷനിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ കാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ചായ എന്ന് പറയാം. ഡു ലൈക്ക് ടീ ഓർ കോഫി, ഒന്നുകിൽ ടീ എന്ന് പറയാം, അല്ലെങ്കിൽ കോഫി എന്ന് പറയാം. അത്തരം ക്വസ്റ്റ്യൻസ് ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഒരു ഡിക്ലറേഷൻ നമ്മൾ പറയുകയാണ്, ടുഡേ ഈസ് സൺഡേ, നമ്മൾ അങ്ങോട്ട് പറയുക ടുഡേ ഈസ് സൺഡേ. സാധാരണ രീതിയിൽ ടുഡേ ഈസ് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആവില്ല. പക്ഷേ നമ്മൾ പറയുന്നതിൻ്റെ ടോൺ അങ്ങ് മാറ്റിയിട്ട് ടുഡേ സൺഡേ, ടുഡേ സൺഡേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ടോൺ മാറ്റിക്കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യനായി മാറും. അതിനെ എഴുതുമ്പോൾ നമുക്ക് ടോൺ മാറ്റാൻ സാധിക്കില്ല, പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി, അല്ലേ? ഓക്കെ, യു ആർ, ഓക്കെ, സുരേഷ്, യു ആർ സുരേഷ്, നീ സുരേഷ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമല്ല. എന്നാൽ ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാണ്, യു ആർ സുരേഷ്, യു ആർ സുരേഷ്, അതൊരു ക്വസ്റ്റ്യനായി മാറും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ വിഭാഗമാണ് റെട്ടറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. റെട്ടറിക് ക്വസ്റ്റ്യൻസ്, നമ്മൾ മറുപടി ഉദ്ദേശിക്കാത്ത ചില ചോദ്യങ്ങൾ പറയാറുണ്ട്. എന്തൊരു മനുഷ്യൻ, എന്തൊരു കാലാവസ്ഥ, എന്തൊരവസ്ഥ, ആ രീതിയിൽ നമ്മൾ ചിലത് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ മറുപടി പ്രതീക്ഷിക്കാതെ നമ്മൾ പറയാറുള്ള ചില വട്ട് ആൻ ഐഡിയ പോലെയുള്ള വട്ട് ആൻ ഐഡിയ നമ്മൾ സ്വയം പറയാം. ഒരാളോട് മറുപടിക്കായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ അല്ല. അത്തരം ക്വസ്റ്റ്യൻസിന് റെട്ടറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് അല്ല. നമുക്കിവിടെ പഠിക്കാനുള്ളത് ടാഗ് ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിലെ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു തരത്തിലുള്ള ഒരു വിഭാഗം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ടാഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഞാൻ ആമുഖമായിട്ട് പറയുന്നു. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു സെന്റൻസ് തന്നിരിക്കുന്നു, നീ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ചോദ്യമല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സുരേഷ് നല്ലവനാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തെ പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയാം സുരേഷ് നല്ലവനാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു വാല് ചേർക്കുകയാണ് ആ പ്രയോഗങ്ങൾക്ക്. അതായത് മറ്റൊരാളുടെ അഭിപ്രായം ആരായുകയാണ്. നമ്മൾ നമ്മുടെ അഭിപ്രായം ആദ്യം സമർത്ഥിച്ചതിന് ശേഷം മറ്റൊരാളുടെ അഭിപ്രായം ആരായുകയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. ഇവിടെ നീ പോവുകയാണ്, ഒരാൾ പോകുന്നത് നമ്മൾ കണ്ടു, നമുക്ക് ഉറപ്പാണ് അയാൾ പോവുകയാണ് എന്നുള്ളത്, സംശയമൊന്നുമില്ല, അയാൾ പോകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രാഥമികമായിട്ട് ഉറപ്പിച്ചു, എന്നിട്ട് ചോദിക്കുകയാണ് അല്ലേ, അല്ലേ? വേറൊരാളോട് ചോദിക്കുക നീ പോവുകയാണ് അല്ലേ, നമ്മുടെ സംശയമാണ്, നമ്മളത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഈ അല്ലേ എന്നുള്ള പ്രയോഗം നടത്തുക, ഇതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നീ പോവുകയാണെന്ന് ഇംഗ്ലീഷിൽ പറയാൻ വളരെ സിമ്പിളാണ്. യു ആർ ഗോയിങ്, യു ആർ ഗോയിങ്, യു ആർ ഗോയിങ്, നീ പോവുകയാണ്. അല്ലേ, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ അല്ലേ എന്ന് ചോദിക്കുക? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ലോകത്തിലെ അതിമഹത്തായ ഭാഷയാണ്, അതിബൃഹത്തായ ഭാഷയാണ്, വലിയ ഭാഷയാണ്. ലക്ഷക്കണക്കിന് വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഇത്രയും വലിയ ബൃഹത്തായ ഒരു ഭാഷയിൽ അല്ലേ എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ഗിമ്മിക്സ്, ഒരു ചെറിയൊരു മാജിക് നമ്മളിവിടെ നടത്തും. ആ മാജിക്കിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അല്ലേ എന്നുള്ള പ്രയോഗത്തിന് നമ്മൾ ചെയ്യാറുള്ളത്, ആദ്യം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന യു ആർ ഗോയിങ് എന്ന് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് അതിൽ ഓക്സിലറിയെ കണ്ടുപിടിക്കും. ഐഡൻറ്റിഫൈ ദ ഓക്സിലറി വേർബ്. ആരാ ഇതിനകത്ത് യു ആർ ഗോയിങ്? ഇംഗ്ലീഷിലെ ഏതൊരു സെൻറ്റൻസിലും ഓക്സിലറി വെർബ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം, ഇതൊരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. ഈ ആറിനെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കും, ആർ. ഓക്കെ,
ആറിനെടുത്ത് നമ്മൾ പുറത്ത് വെക്കും. ശ്രദ്ധിക്കൂ, ആർ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യുക. രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താണ്? ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് നെഗറ്റീവ്. ഈ തന്നിരിക്കുന്ന ആറിനെ പോസിറ്റീവും നെഗറ്റീവും ആക്കണം. ആർ ഓൾറെഡി പോസിറ്റീവാണ്, അതിനെ നെഗറ്റീവ് ആക്കിയാൽ മതി. ഓക്കെ, എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? നെഗറ്റീവ് ആക്കുന്നത് നോട്ട് എന്ന് പറയുന്ന വാക്ക് ചേർത്തിട്ടാണ്. നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏത് വാക്കും നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ആറിൻ്റെ കൂടെ ആറിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആറിൻറ്റ് ആകും. നോക്കൂ, ആറിൻറ്റ്. ഓക്കെ, ആറിൻറ്റ്. യു ആർ ഗോയിങ്, ആറിൻറ്റ്. ഇനി നമുക്ക് മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക. എന്താ ഈ മൂന്നാമത്തെ കാര്യം? പ്ലേസ് ദ പ്രോനൗൺ ആഫ്റ്റർ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന് ശേഷം പ്രോനൗൺ എഴുതുക. ഇതിനകത്തുള്ള പ്രോനൗൺ ഏതാ? യു എന്ന് പറയുന്ന നൗൺ, സബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് യു എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. ഈ യുവിനെ നമ്മൾ അതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു നോക്കണം. എവിടെ? ആറിൻറ്റ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൻ്റെ ടാഗായി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ആറിൻറ്റ് യു, യു ആർ ഗോയിങ്, ആറിൻറ്റ് യു, നീ പോവുകയാണ് അല്ലേ? യു ആർ ഗോയിങ്, ആറിൻറ്റ് യു, യു ആർ ഗോയിങ്, ആറിൻറ്റ് യു, നീ പോവുകയാണ് അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. യു ആർ ഗോയിങ്. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ചേർത്തിട്ട് ഈ ടാഗിനെ നെഗറ്റീവ് ആക്കിയിരിക്കുന്നത്. ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് ഫോർ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം അതാണ്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആക്കിയത്. ഇനി അഥവാ ഈ പറയുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് എഴുതാൻ നോട്ട് ചേർക്കില്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്തായാലും വളരെ ബേസിക് ആയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസുകളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസിൻ്റെ, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ, ഒരു ചോദ്യത്തിന്റെ ടാഗ് ഉണ്ടാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് അതെടുത്ത് എഴുതണം, അല്ലെങ്കിൽ അത് പറയണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിനൊന്നുകിൽ പോസിറ്റീവ് ആക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകണം. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? നോട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. നോട്ട് ചേർത്താൽ ഏത് ഓക്സിലറി വെർബും നോട്ട് ചേർത്താൽ നെഗറ്റീവായി. ഓക്കെ, പ്ലേസ് ദ പ്രോനൗൺ ആഫ്റ്റർ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന് ശേഷം പ്രോനൗൺ എടുത്തെഴുതണം. ഇതാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്. ഈ 3 കാര്യം ചെയ്താൽ നമുക്ക് ഏത് വാചകത്തിൻ്റെയും ടാഗ് കിട്ടും, ക്വസ്റ്റ്യൻ ടാഗ് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. അവൾ പഠിക്കുകയാണ് അല്ലേ? അവൾ പഠിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് നമുക്കിത് ഇംഗ്ലീഷിൽ പറയാം? അവൾ പഠിക്കുകയെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം ഇംഗ്ലീഷിൽ? ഷീ ഈസ് സ്റ്റഡിങ്, ഷീ ഈസ് സ്റ്റഡിങ്. സ്വാഭാവികമായും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എടുത്തത് അങ്ങോട്ട് എഴുതി, അതിനെ നെഗറ്റീവാക്കി നോട്ട് ചേർത്തിട്ട് isn't, isn't. ഇതിലെ പ്രോനൗൺ സബ്ജക്റ്റ് ഷീ, സബ്ജക്റ്റിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതി isn't she. 3 കാര്യങ്ങളും ചെയ്തു. 3 കാര്യം ചെയ്തപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ലഭിച്ചിരിക്കുകയാണ്. 3 കാര്യങ്ങളും ചെയ്തപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ലഭിച്ചിരിക്കുകയാണ്. അവൾ പഠിക്കുകയാണ് അല്ലേ? ഷീ ഈസ് സ്റ്റാഡിങ്, isn't she. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവൻ ആലോചിക്കുകയാണ് അല്ലേ? he is thinking, isn't he. ഈസ് എടുത്തു, നേരെ ഇങ്ങോട്ട് എഴുതി. അതുപോലെ ഈസിനെ നമ്മൾ നോട്ട് ചേർത്തു, നെഗറ്റീവ് ആക്കി. isn't സബ്ജക്റ്റിനെടുത്ത് അതിൻ്റെ മുന്നിലോട്ട് വെച്ചു. isn't he, he is thinking, isn't he. വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ബുധനാഴ്ചയാണ്. എങ്ങനെ നമുക്ക് പറയാം? ഇന്ന് ബുധനാഴ്ചയാണ്. ടുഡേ ഈസ് വെനസ്ഡേ. ഇന്ന് ബുധനാഴ്ചയാണ്. സ്വാഭാവികമായും സബ്ജക്റ്റ് എടുത്ത് ഇങ്ങോട്ട്, ക്ഷമിക്കണം, ഓക്സിലറി വെർബ് എടുത്ത് എഴുതി, അതിനെ നെഗറ്റീവാക്കി. isn't. ടുഡേ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് ലിംഗം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ടുഡേ, ഇന്ന്. ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ എഴുതിയാൽ മതി. ഇറ്റ്. ഡോഗ്, ഡോഗ് ഈസ് ബാർക്കിംഗ്. ഡോഗ് ആവുമ്പോൾ നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുക. isn't it. ടുഡേ ഈസ് വെനസ്ഡേ. isn't it.
അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നമ്മളോട് പരിചയപ്പെട്ടിരിക്കുകയാണ്. അതൊരു പക്ഷിയാണ് അല്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇറ്റ് ഈസ് എ ബേർഡ്, isn't it? ഇറ്റ് ഈസ് എ ബേർഡ്. ഇതാ ഓക്സിലറി എടുത്ത് എഴുതിയിരിക്കുന്നു, നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കിയിരിക്കുന്നു, സബ്ജക്റ്റ് എടുത്ത് എഴുതി വെച്ചിരിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നു, ഇറ്റ്സ് എ ബേർഡ്, isn't it? ഇത്രയേ ഉള്ളൂ. ഇതാണ് അടിസ്ഥാനപരമായി ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ടാഗ് എല്ലാം ഈസിൻറ്റ് ഷീ, ഈസിൻറ്റ് ഹി, ഈസിൻറ്റ് ഇറ്റ്, ഈസിൻറ്റ് ഇറ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളായിരുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് ടാഗ് വന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം നെഗറ്റീവ് ടാഗ്സ് ആണ്, നെഗറ്റീവ് ടാഗ്സ്. എന്നാൽ ഇതുപോലെ തന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, ക്ഷമിക്കണം, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ഈ സെൻറ്റൻസുകളെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയതാണ്. എന്നാൽ സെൻറ്റൻസുകളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകും. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. നീ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രയോഗമാണ്. യു ഹാവൻറ്റ് ഡൺ. ഇവിടെ നോട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവാണ്. യു ഹാവൻറ്റ് ഡൺ യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഹാവ് യു. ഓക്സിലറി വെർബായ ഹാവിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ചു. നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഹാവിനെ നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ഓൾറെഡി സെന്റൻസിനകത്ത് നെഗറ്റീവ് ഉണ്ട്, നോട്ട് എന്ന് പറയുന്ന വാക്കുണ്ട്. സ്വാഭാവികമായും ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യു ഹാവൻറ്റ് ഡൺ യുവർ ഹോംവർക്ക്. ഹാവ് യു. സബ്ജക്റ്റ് ആ യുവിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണ്, ഹാവ് യു. മറ്റൊരു എക്സാമ്പിൾ, മഴ പെയ്യുകയല്ല അല്ലേ? മഴ പെയ്യുകയല്ല അല്ലേ? ഇറ്റ് ഈസിൻറ്റ് റെയിനിങ്. മഴ പെയ്യുകയല്ല. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ്. മഴ പെയ്യുകയല്ല. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ്. ഇസ് ഇറ്റ്? അല്ലേ? മഴ പെയ്യുകയല്ല അല്ലേ? സ്വാഭാവികമായും ഇസിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നു. നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് സെൻറ്റൻസ് ഈസ് ഓൾറെഡി നെഗറ്റീവ്. സോ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് എടുത്ത് അതിന് മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. അവർക്ക് നീന്താൻ കഴിയില്ല അല്ലേ? ദേ കാൺട്ട് സ്വിം. അവർക്ക് നീന്താൻ കഴിയില്ല. ദേ കാൺട്ട്. നോട്ട് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഇവിടെ കാൻ ഓക്സിലറി എടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നു. ദേ എന്ന് പറയുന്ന പ്രോനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് എടുത്ത് എഴുതി വെച്ചിരിക്കുന്നു. ദേ കാൻ സ്വിം. കാൻ ദേ. ദേ കാൻ സ്വിം. ക്യാൻ ദേ? ഓക്കെ, ഒരു എക്സാമ്പിളോട് നമുക്കൊന്ന് പരിശോധിക്കാം. ദേവിക പാടുകയല്ല അല്ലേ? ദേവിക പാടുകയല്ല അല്ലേ? ദേവിക പാടുകയല്ല അല്ലേ? ദേവിക ഈസ് ഇൻ സിംഗിങ്. ഈസ് ഷീ. ദേവിക എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നത് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നു. ഒരു ഫെമിനൈൻ ജെൻഡർ ആണ് എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഷീ ഉപയോഗിച്ചിരിക്കുന്നു. ദേവികയ്ക്ക് പകരം അത് ദേവനായിരുന്നെങ്കിൽ നമ്മൾ ഹി ഉപയോഗിക്കുമായിരുന്നു. പുരുഷനായിരുന്നെങ്കിൽ ഹി ഉപയോഗിക്കുമായിരുന്നു. സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ഷീ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എല്ലാം നമുക്കറിയാം, ഇതെല്ലാം പോസിറ്റീവ് ടാഗ്സുകളാണ്. ഹാവ് യു, ഈസ് ഇറ്റ്, ക്യാൻ ദേ, ഈസ് ഷീ. അതായത് ഞാൻ ഒരു തവണ കൂടി ആവർത്തിക്കുന്നു, സെന്റൻസുകൾ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സെന്റൻസുകൾ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് ഇത്രയും ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്. കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഓക്സിലറി വെർബിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ചില സെന്റൻസുകളിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. കൃത്യമായിട്ട് ഭാഷ അറിയാത്തവർ ചിലപ്പോൾ എവിടെയാണ് ഓക്സിലറി വെർബ് എന്നുള്ള സംശയം ചിലപ്പോൾ ചില സെന്റൻസുകൾ വരാൻ സാധ്യതയുണ്ട്. യു ലൈക്ക് മീ. ലൈക്ക്, ഇതിലെവിടെയാണ് ഓക്സിലറി വെർബ്? നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് തന്നതിലൊക്കെ ഓക്സിലറി വെർബ് എടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വെക്കാൻ സാധിക്കുമായിരുന്നു. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലും അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വരുന്ന സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് പുറമെ കാണില്ല, പ്രകടമായിട്ട് പുറത്ത് കാണില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള ഓക്സിലറി വെർബുകൾ അതിനുള്ളിൽ ഉണ്ടാകും. ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. ഈ ലൈക്കിൻ്റെ പുറത്തൊരു എസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിനുള്ളിൽ ഡസ് ഉണ്ടാകും. ലൈക്സ് എന്നായിരുന്നെങ്കിൽ ഡസ് ഉണ്ടാകും. വെറും ലൈക്ക് ആയതുകൊണ്ട് അതിനുള്ളിൽ ഡു ആണുള്ളത്. അതായത് ഒരു വെർബിൻ്റെ
രൂപം അതുപോലെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡു ഉണ്ട്. ഓക്കെ, ഒരു വെർബ് അതിൻ്റെ ബേസ് ഫോമിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ, അതിനൊരു മാറ്റവുമില്ലാതെ ബേസ് രൂപത്തിലായിരിക്കുന്നെങ്കിൽ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. എന്നാൽ ആ വെർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ് ഒ ഉണ്ടെങ്കിൽ, എസ്ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ഉണ്ടെങ്കിൽ അല്ലേ, ലൈക്സ് ഇ എസ് ഉണ്ട്, ഗോസ് ഇ എസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. ആരുണ്ട്? ഡസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഡസ് ഉണ്ട്, ലൈക്സിൻ്റെയും അതുപോലെ ഗോസിൻ്റെയും ഉള്ളിൽ ഡസ് ഉണ്ട്. അല്ലാതെ ലൈക്ക് എന്ന ഒരു വാക്ക് തനിച്ചിരിക്കുകയാണെങ്കിൽ, ഗോ എന്ന് പറയുന്ന വാക്ക് തനിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഡു ഉണ്ട്. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡുവും ഡസും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഡിഡ് ഉണ്ടാകും. അതായത് ഒരു വെർബിൻ്റെ V2 രൂപമാണെങ്കിൽ, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ലൈക്ഡ് എന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? ഡിഡ് ഉണ്ടാകും. ലൈക്ഡ് എന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ടാകും. വെന്റ് എന്ന് പറയുന്നത് V2 രൂപമാണ്, അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡിഡ് ഉണ്ടാകും. ഓക്കെ, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. അപ്പോൾ സ്വാഭാവികമായും യു ലൈക്ക് എന്ന് പറയുന്ന ഈ പ്രയോഗത്തിനുള്ളിൽ ലൈക്കിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട്. ഈ ഡൂവിനെയാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഡൂവിനെ പുറത്തെടുത്തു. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് NT ചേർത്ത് നെഗറ്റീവാക്കി. ഡോണ്ട് സബ്ജക്റ്റിനെ എടുത്ത് അതിന് മുമ്പിലേക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ യു ലൈക്ക് മീ, ഡോണ്ട് യു? നീ എന്നെ ഇഷ്ടപ്പെടുന്നു ഇല്ലേ? യു ലൈക്ക് മീ, ഡോണ്ട് യു? മറ്റൊരു എക്സാമ്പിൾ ഇതുപോലെ നോക്കാം. ഹി സ്പീക്സ് ഹിന്ദി. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലുണ്ടാകും. സ്പീക്സ്, ദ എസ് കാണുന്നു. സ്വാഭാവികമായി ഇതിനുള്ളിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. ഡസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു നമ്മൾ. അപ്പോൾ ഡസ്, അതിനെ നോട്ടാക്കി. ഡസിൻറ്റ് ഹി, സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഡസിൻറ്റ് ഹി. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം നമുക്ക്. യു വെന്റ് ടു ബ്രിട്ടീഷ് കൗൺസിൽ ഇൻ ഡൽഹി. വെന്റ്, എന്താ കിടക്കുന്നു? വെന്റ്. നമുക്കറിയാം ഗോ, അതിൻ്റെ പാസ്റ്റ് വെന്റ് ആണ്. ഗോ, വെന്റ്. വെന്റ്, യു വെന്റ് ടു ബ്രിട്ടീഷ് കൗൺസിൽ. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡിഡ് ഉണ്ട്. V2 രൂപമാണ്, ഡിഡ് ഉണ്ട്. ആ ഡിഡിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഡിഡിനെ പുറത്തേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു, അതിനെ നെഗറ്റീവ് ആക്കിയിരിക്കുന്നു. ഡിഡൻറ്റ്, സബ്ജക്റ്റ് ആയിട്ടുള്ള യു എഴുതിയിരിക്കുന്നു. ഡിഡൻറ്റ് യു? യു വെന്റ് ടു ബ്രിട്ടീഷ് കൗൺസിൽ ഇൻ ഡൽഹി. ഡിഡൻറ്റ് യു? അപ്പോൾ ചില സമയങ്ങളിൽ ഓക്സിലറി വെർബുകൾ ഇത്തരത്തിൽ മറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും. അത് ഒന്നുകിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. അതിനെ പുറത്തെടുത്തിട്ട് വേണം നമ്മൾ ഇത്തരത്തിൽ ടാഗ് ഉണ്ടാക്കാൻ. ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുകൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പ്രോനൗൺസുകൾ എഴുതിയതിൻ്റെ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ് പ്രോനൗൺസുകൾ എഴുതുമ്പോഴുള്ള മാനദണ്ഡം എന്നുള്ളത്. നമുക്കറിയാം, ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും എഴുതും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഹി ആണെങ്കിൽ മാറ്റമൊന്നുമില്ല, ഹി എന്ന് തന്നെയാണ്. ഷീ ആണെങ്കിൽ ഷീ എന്ന് തന്നെ എഴുതാം. ഏത് പ്രോനൗൺ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഐ, ഹി, വി, ധേ, പ്രോനൗൺ അതുപോലെ എഴുതിയാൽ മതി. ധേ ആണെങ്കിൽ ധേ എന്ന് എഴുതിക്കോളൂ, ഹി എന്നാണെങ്കിൽ ഹി എന്ന് എഴുതിക്കോളൂ, ഷീ എന്നാണെങ്കിൽ ഷീ എന്ന് എഴുതിക്കോളൂ, ഇറ്റ് എന്നാണെങ്കിൽ ഇറ്റ് എന്ന് എഴുതിക്കോളൂ. അതിലൊരു മാറ്റമില്ല. പ്രോനൗൺസ് സെയിം ആണ്. പ്രോനൗൺസ് ആണ് വരുന്നെങ്കിൽ ഏതൊക്കെയാണ് പ്രോനൗൺസ്? ഐ, വി, ദേ, ഇറ്റ്, ദാറ്റ്, അല്ലേ? അങ്ങനെ പലതുണ്ട്. ഷീ. ഓക്കെ, ഇങ്ങനെ ധാരാളം പ്രോനൗൺസുകളുണ്ട്. ഇനി അഥവാ പ്രോനൗൺസുകളല്ല വരുന്നതെങ്കിൽ അതിൻ്റെ ലിംഗം ഏതാണെന്ന് നോക്കണം. ഫെമിനൈൻ ജെൻഡർ ആണോ മസ്കുലിൻ ജെൻഡർ ആണോ എന്ന് നോക്കണം. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നോക്കണം. പുല്ലിംഗമാണെങ്കിൽ ഹി എഴുതണം. ദ ബോയ് ആൺകുട്ടിയാണ്, പുല്ലിംഗമാണ്, ഹി. ദ ഗേൾ പെൺകുട്ടിയാണ്, സ്ത്രീലിംഗമാണ്, ഷീ. രാജു എന്ന് കേട്ടാൽ അറിയാം, ആ പേര് കേട്ടാൽ അറിയാം, ആണാണ്, പുല്ലിംഗമാണ്, ഹി ആണ്. ലീല എന്ന് കേട്ടാൽ അറിയാം, അതൊരു സ്ത്രീയാണ്, ഷീ ആണ്. അപ്പം ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും സബ്ജക്റ്റുകൾ മാറ്റണം. അല്ലെങ്കിൽ ടാഗിൽ ഇത്തരത്തിലുള്ള ഈ സബ്ജക്റ്റുകൾ ഇത്തരത്തിലുള്ള പ്രോനൗണുകളാക്കി മാറ്റിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രോനൗൺസ് വന്ന് അതുപോലെ തന്നെ എഴുതി വയ്ക്കുക.
ഇതുപോലെയുള്ള പേരുകളോ മറ്റോ ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോനൗൺസ് ആക്കിയിട്ട് ആ സബ്ജക്റ്റിനെ മാറ്റി എഴുതുക. ഡോഗ് വന്നു കഴിഞ്ഞാൽ ഒരു പട്ടി ആണാണോ പെണ്ണാണോ അതിൻ്റെ ലിംഗം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയമുള്ളതെല്ലാം ഇറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. ഇനി തരുന്ന ലിസ്റ്റുകളാണ് പ്രധാനം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കേസാണ്. കാരണം പരീക്ഷകളിലൊക്കെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് പലപ്പോഴും സ്കൂളിൽ അല്ലെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഗ്രാമറിൻ്റെ ഭാഗമായിട്ട് ഹൈസ്കൂളിൽ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ്. PSC പരീക്ഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. പരീക്ഷകൾക്കൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾക്കാണ് സാധ്യത കൂടുതൽ. എവ്രി വൺ വന്നാൽ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം, എവ്രി വൺ എവ്രിബഡി വന്നാൽ ദേ ആണ് ടാഗിൽ പ്രോനൗണായിട്ട് ഉപയോഗിക്കേണ്ടത്. എവ്രി വണ്ണും എവ്രിബഡിയും വന്നാൽ. നൺ ഓഫ് വന്നാലും സം ഓഫ് അസ് വന്നാലും, നൺ ഓഫ് അസ് വന്നാലും സം ഓഫ് അസ് വന്നാലും, ഈ അസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളുണ്ട്. ഫസ്റ്റ് പേഴ്സണായ പറയുന്ന വ്യക്തി ഞാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വി എന്ന് പറയുന്ന പ്രോനൗണെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ അസ് വരുമ്പോഴാണ് കേട്ടോ. നൺ ഓഫ് അസ് എന്നോ സം ഓഫ് അസ് എന്നോ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാഗിലെ പ്രോനൗൺ വി ആയിരിക്കും. ഓക്കെ, നൺ ഓഫ് യു ഓ സം ഓഫ് യു വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റമൊന്നുമില്ല, നീ ആയിരിക്കും. സെക്കൻഡ് പേഴ്സണായ നീ ആയിരിക്കും. ഇനി നൺ ഓഫ് ഉപയോഗിച്ച് തന്നെ വേറെ ഏതെങ്കിലും സെന്റൻസുകൾ ഇതുപോലെ വന്നാൽ നൺ ഓഫ് ദ സ്റ്റുഡൻസ്, നൺ ഓഫ് ദ പീപ്പിൾ, നൺ ഓഫ് ദ എംപ്ലോയീസ്, അങ്ങനെ പലതും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇത് പ്ലൂറലാണ്. ദേ എന്ന് പറയുന്ന പ്രോനൗൺ ഉപയോഗിച്ചാൽ മതി. ലെറ്റസ് വന്നാൽ വി ആയിരിക്കും. ഇത് വളരെ വിശദമായിട്ട് പിന്നീട് ഇതേ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ലെറ്റസ് വി, ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളിൽ ടാഗിൽ വി എന്ന് പറയുന്ന പ്രോനൗണാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പോയിന്റുകളിലേക്ക് പോകുന്നതാണ്. ഓക്സിലറി വെർബുകളിൽ വരുന്ന മാറ്റം. ഇപ്പം നമ്മൾ ഈ സബ്ജക്റ്റുകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്സിലറി വെർബുകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് കൂടി നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാനിതൊന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് ഓക്സിലറി വെർബുകളെ നെഗറ്റീവ് ആക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? നോട്ട് ചേർത്തിട്ട്. അപ്പോൾ നമുക്കറിയാം ഈസിന്റെ കൂടെ അല്ലെ, ഈസിന്റെ കൂടെ ഈസ് പ്ലസ് നോട്ട് എന്താണ്? ഈസിന്റ് ആണ്. ഈസിന്റ് നോക്കാം, ഇവിടെ സെന്റൻസുകൾ ശ്രദ്ധിക്കുക. ഈസിന്റെ കൂടെ നോട്ട് ചേർത്തപ്പോൾ ഈസിന്റ് ആയി. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈസിന്റ്. ആമിന്റെ കൂടെ നോട്ട് വരുമ്പോൾ ആമിൻ്റെ അല്ല ആറിൻ്റെ ആണ്. അതാണ് ഇവിടെ പ്രശ്നം. നോട്ട് ചെയ്ത് വെച്ചുള്ള. ആമിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ആമിൻ്റെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആം പ്ലസ് നോട്ട് ആമിൻ്റെ ആണ്. ആമിൻറ്റ്. പക്ഷെ ക്വസ്റ്റ്യൻ ടാങ്കിൽ എന്തില്ല? ആമിൻറ്റ് ഇല്ല. ആം പ്ലസ് നോട്ട് ആറിൻ്റെ ആയിട്ട് മാറും. ഇത് ഒന്ന് നോട്ട് ചെയ്യേണ്ട കേസാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ്, ഒന്ന് നോട്ട് ചെയ്യേണ്ട കേസാണത്. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാനിവിടെ ഒന്നുകൂടെ അടയാളപ്പെടുത്തി തരാം. ആം പ്ലസ് നോട്ട് ആറിൻ്റെ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ആർ പ്ലസ് നോട്ട് ആറിൻ്റെ, മാറ്റമൊന്നുമില്ല. ഓക്കെ, വാസ് പ്ലസ് നോട്ട് വാസ് ഇൻറ്റ്, വേർ പ്ലസ് നോട്ട് വേർ ഇൻറ്റ്, ഹാസ് പ്ലസ് നോട്ട് ഹാസ് ഇൻറ്റ്, ഹാവ് പ്ലസ് നോട്ട് ഹാവ് ഇൻറ്റ്, ഹാഡ് പ്ലസ് നോട്ട് ഹാവ് ഹാഡ് ഇൻറ്റ്, ഡു പ്ലസ് നോട്ട് ഡോണ്ട്, ഡസ് പ്ലസ് നോട്ട് ഡസൻറ്റ്, ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻറ്റ്, ക്യാൻ പ്ലസ് നോട്ട് കാൺഡ്, ക്വിറ്റ് പ്ലസ് നോട്ട് കുഡിൻറ്റ്. ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല, ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് വില്ല്. വില്ലിൻ്റെ കൂടെ നോട്ട് വന്നാൽ വില്ലിൻ്റെ അല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ശ്രദ്ധിക്കേണ്ട രണ്ട്. വില്ലിൻ്റെ കൂടെ നോട്ട് വന്നു കഴിഞ്ഞാൽ വില്ലിൻ്റെ അല്ല, വാണ്ട് ആണ്. വാണ്ട്. ഓക്കെ, നെക്സ്റ്റ് വുഡ് പ്ലസ് നോട്ട് വുഡിൻറ്റ്, മേ പ്ലസ് നോട്ട് മെയിൻറ്റ്, മൈറ്റ് പ്ലസ് നോട്ട് മൈറ്റിൻറ്റ്, ഷാൾ പ്ലസ് നോട്ട് ഷാൻഡ്. ഷാളിൻ്റെ അല്ല, ഷാൻഡാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്. ഓക്കെ, ഷുഡ് പ്ലസ് നോട്ട് ഷുഡിൻറ്റ്, must plus not mustn't, need plus not needn't, dare plus not daren't, used to ആണ് എങ്കിൽ യൂസ്ഡ് എന്ന് പറയുന്ന ടാഗാണ് യൂസ്ഡ് ടു എന്നാണ് വരിക. യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഡിഡിൻറ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട നാലാമത്തെ പോയിന്റ്. 1 2 3 4. ഓട്ട് പ്ലസ് നോട്ട് ഓട്ടിൻ്റെ ആണ്, മാറ്റമൊന്നുമില്ല. ഈ ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്.
ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് ആയ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് തീരുമാനിക്കുന്നത് നോട്ടിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. നോട്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, ക്ഷമിക്കണം നെഗറ്റീവാണ്. നോട്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, എന്നാൽ നോട്ടില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ തരംതിരിക്കുന്നത്, അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോട്ട് എന്ന് പറയുന്ന വാക്കാണ്. എന്നാൽ ചിലപ്പോൾ ചില സെൻറ്റൻസുകളിൽ ഇത്തരത്തിൽ നോട്ട് ഉണ്ടാവില്ല, പക്ഷെ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപൂർവമായിട്ടുള്ള ചില സെൻറ്റൻസുകളെ അങ്ങനെയുള്ളൂ. ഈ അപൂർവമായ സെൻറ്റൻസുകളാണ് പരീക്ഷകളിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് ഉദാഹരണമായി തന്നിരിക്കുന്നു. ഹി ഹാർഡ്ലി does any work. Hardly does any work. ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നോട്ടിന് തുല്യമായി നോട്ടിൻ്റെ ഒരു അപരൻ ഇവിടെ ഇരിപ്പുണ്ട്. ആരാണത്? ഹാർഡ്ലി. ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് നോട്ടിന് പകരമായിരിക്കുന്ന ഒരു വാക്കാണ്. ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. ഓക്കെ, അവൻ വളരെ വിരളമായിട്ട്, അവൻ ജോലി ചെയ്യാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ വിരളമായിട്ടാണ് ജോലി ചെയ്യാറുള്ളത്. ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ടാഗ് സ്വാഭാവികമായും ഇതിലെ ഓക്സിലറി വെർബ് എടുത്ത് നമ്മൾ എഴുതി. എന്നിട്ട് ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കേണ്ടതില്ല. കാരണം എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആണ് ഓൾറെഡി. ഇവിടെ നോട്ടിന് പകരമായ ഹാർഡ്ലി ഉള്ളത് കൊണ്ട് ടാഗ് ഷുഡ് ബി പോസിറ്റീവ് ബിക്കോസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നെഗറ്റീവ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് ഇത്ര നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പോയിന്റ്. ഓക്കെ, അതേപോലെ മറ്റൊരു സെൻറ്റൻസ് തരാം. എന്താണ് ഇതിൻ്റെ ടാഗ്? എന്തായിരിക്കും? ഷി ഹാഡ് ഫ്യൂ മൊമെന്റ്സ് ഓൺ ഹെർ ഓൺ. സാധാരണ നമ്മൾ ഇതിൻ്റെ ഓക്സിലറി വെർബായിട്ടുള്ള ഹാഡ് എടുത്ത് എഴുതും, ഇതിനെ നെഗറ്റീവ് ആക്കും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. എന്താണ്? ഫ്യൂ എന്ന് പറയുന്ന വാക്ക് ഈക്വൽ ടു നോട്ട്, നോട്ടിന് തുല്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചതിവാക്കുകളുണ്ട്. അപ്പോൾ ഫ്യൂ ശ്രദ്ധിക്കുക, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ഓക്കെ, ഫ്യൂ ഒന്നുമില്ല എന്നർത്ഥം. ഫ്യൂ സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളാരും ഇല്ല എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, കുട്ടികളാരും ഇല്ല. പക്ഷേ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. എ ഫ്യൂ പോസിറ്റീവാണ്. എ ഫ്യൂ പോസിറ്റീവ് തെറ്റിദ്ധരിക്കരുത്. ദർ ആർ എ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. കുറച്ച് എന്ന അർത്ഥത്തിൽ എ ഫ്യൂ ഉപയോഗിക്കും, തീരെയില്ല എന്ന അർത്ഥത്തിൽ ഫ്യൂ ഉപയോഗിക്കും. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ മറ്റൊരു പ്രയോഗമാണ് ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിൽ വെള്ളമൊന്നുമില്ല എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ. എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉണ്ട് എന്നാണ്. ദർ ഈസ് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഓക്കെ, ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ശ്രദ്ധിക്കുക, ലിറ്റിൽ എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്ലാസ്സിൽ ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ വെള്ളമൊന്നും ഇല്ല എന്നാണ്. എന്നാൽ എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ എ ലിറ്റിൽ വാട്ടർ കുറച്ച് വെള്ളം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എ ഫ്യൂ അല്ല, ക്ഷമിക്കണം, ഫ്യൂവും ലിറ്റിലും നെഗറ്റീവാണ്. ഫ്യൂ നെഗറ്റീവാണ്. സ്വാഭാവികമായും ഇതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്സിലറി വെർബ് എടുത്ത് എഴുതി, ഹാഡ്. സബ്ജക്റ്റ് എടുത്ത് എഴുതി, ഹാഡ് ഷീ. ഹാഡ് ഷീ. ഹാഡ് ഷീ. ഷീ ഹാഡ് ഫ്യൂ മൊമെന്റ്സ് ഓൺ ഹെർ ഓൺ. ഹാഡ് ഷീ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് വരാം. ദേ ഹാഡ് എ ലിറ്റിൽ മണി ടു സ്പെൻഡ്. ചിലവഴിക്കാൻ അവരുടെ കയ്യിൽ പണമൊന്നുമില്ല. ലിറ്റിൽ മണി, ഒന്നുമില്ല, ലിറ്റിൽ മണി. ഓക്കെ, അപ്പോൾ ദേ ഹാഡ് ലിറ്റിൽ മണി ടു സ്പെൻഡ്. ഹാഡ് ദേ. ഹാഡ് എടുത്ത് എഴുതി, സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കുന്നു. ഹാഡ് അതിലെ പ്രൊനൗൺ ആയിട്ടുള്ള ദേ എഴുതിയിരിക്കുന്നു. ഹാഡ് ദേ. ഹാഡ് ദേ. നെഗറ്റീവ് വേർഡുകളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സാധാരണ വാക്കുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്കുകളാണ്. ശ്രദ്ധിക്കുക, വേർഡ്സ് ട്രീറ്റഡ് ആസ് നെഗറ്റീവ്: ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കാർസ്ലി, റെയർലി, സെൽഡം, നെവർ. അപ്പോൾ ഇതുപോലെ ഇത് പ്രധാനപ്പെട്ട സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നെഗറ്റീവ് സെൻസിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വാക്കുകളാണ്. ഇതുപോലെയുള്ള നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വരുമ്പോൾ നമ്മളത് ഈക്വൽ ടു നോട്ട്, നോട്ടിന് തുല്യമായിട്ട് പരിഗണിക്കുകയും
ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ടാഗ് ഇത്തരം വാക്കുകൾ ഏത് വന്നു കഴിഞ്ഞാലും ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു ലിസ്റ്റ് ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവാറുള്ള മറ്റൊരു തരം ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ. നമുക്കറിയാം ഓക്സിലറി വെർബിനെ എടുത്ത് പുറത്തേക്ക് എഴുതുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിലൊരു സെൻറ്റൻസ് വന്നാൽ യു ഷുഡ് ഹാവ് ബീൻ പേയിങ് മോർ അറ്റൻഷൻ. ഇതിനകത്ത് കുറേ ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. ഒരു ഓക്സിലറി വെർബ് ഷുഡ്, ഹാവ് അല്ലെ, ബീനും ഓക്സിലറി തന്നെയാണ്. യു ഷുഡ് ഹാവ് ബീൻ ഏത് ഓക്സിലറി എടുക്കും? യാതൊരു സംശയവും വേണ്ട. ഒരു സെൻറ്റൻസിൽ മൾട്ടിപ്പിൾ ഓക്സിലറീസ് വന്നു കഴിഞ്ഞാൽ, ധാരാളം ഓക്സിലറി വെർബുകൾ വന്നാൽ ആദ്യത്തെ ഓക്സിലറി തന്നെ പരിഗണിച്ചാൽ മതി. ഓക്കെ, സ്വാഭാവികമായി ഇവിടെ ഷുഡ് എടുത്തിരുന്നു. ഷുഡിൻറ്റ് യു, ഷുഡിൻറ്റ് യു. ഒരു എക്സാമ്പിളോട് തന്നിരിക്കുന്നു, നോക്കുക. ഹി മൈറ്റ് ഹാവ് ഹാഡ് ടു ബൈ എ ന്യൂ കാർ. അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മൈറ്റ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. 3 ഓക്സിലറി ഉണ്ട്. പക്ഷേ ഈ ഓക്സിലറികളെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഓക്സിലറി ആയിട്ടുള്ള മൈറ്റ് തന്നെ പരിഗണിച്ചാൽ മതി. സ്വാഭാവികമായും മൈറ്റ് ആണ് ഇവിടെ ടാഗിൽ വരിക. മൈറ്റിൻ്റെ കൂടെ നോട്ട് ചേർത്തു. മൈറ്റിൻറ്റ് പ്രോനൗൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി എടുത്തുകൂടെ എഴുതി. മൈറ്റിൻറ്റ് ഹി, മൈറ്റിൻറ്റ് ഹി. ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംശയം കൂടി ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പോയിന്റാണ്. പരീക്ഷകളിലൊക്കെ സാധാരണ PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ലെറ്റ് വെച്ചും ലെറ്റസ് വെച്ചും, ലെറ്റസ് വെച്ചും ലെറ്റ് വെച്ചുമുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് ഒരു തരത്തിലുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണ്. പക്ഷേ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി ലെറ്റസിനും ലെറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ലെറ്റസ്, ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് ആക്കിയിട്ട് പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ലെറ്റസിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് അസ് എന്ന് പറയുന്ന സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഷാൾ വി എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കുക. ഷാൾ വി, ലെറ്റസ് ഗോ, ഷാൾ വി. ലെറ്റസ് വെച്ചിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഷാൾ വി ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ലെറ്റസ് പ്ലേ, ഷാൾ വി. ലെറ്റസ് പ്ലേ, ഷാൾ വി. ലെറ്റസ് ഗോ ടു ദ ബീച്ച്. നമുക്ക് ബീച്ചിലേക്ക് പോകാം. ലെറ്റസ് ഗോ ടു ദ ബീച്ച്, ഷാൾ വി. അപ്പോൾ എല്ലാം ഷാൾ വി ആണ്. ലെറ്റസ് ഗോ, ഷാൾ വി. ലെറ്റസ് പ്ലേ, ഷാൾ വി. ലെറ്റസ് ഗോ ടു ദ ബീച്ച്, ഷാൾ വി. അപ്പോൾ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൾ വി ആണ്. എന്താണ്? ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൾ വി ആണ്. ലെറ്റസ്. ഓക്കെ, ഷാൾ വി. എന്നാൽ വെറും ലെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെറും ലെറ്റ് എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ഇങ്ങനെ വരാറുണ്ട്. ലെറ്റ് മീ, ലെറ്റ് ഐ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ. അവളെ, അവനെ, എന്നെ, ഞാൻ, അല്ലേ? ലെറ്റ് മീ, എന്നെ, അവളെ. ആ രീതിയിൽ ലെറ്റ് മാത്രം വെച്ചുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണം, ഒരു സെൻറ്റൻസ് നോക്കുക. ലെറ്റ് ഹിം സ്പീക്ക്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ലെറ്റ് ഹിം സ്പീക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഹിം സ്പീക്ക്, അവൻ സംസാരിച്ചോട്ടെ. ലെറ്റ് ഹിം സ്പീക്ക്. വിൽ യു എന്ന് പറയുന്ന പ്രയോഗമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരിക. അപ്പോൾ വെറും ലെറ്റ് പ്ലസ് പ്രോവർബാണ് വരുന്നതെങ്കിൽ, ലെറ്റ് പ്ലസ് പ്രോവർബ് ആണെങ്കിൽ ഇവിടേക്ക് ലെറ്റസ് ഉണ്ട്. വെറും ലെറ്റ് പ്ലസ് പ്രോവർബാണ് വരുന്നതെങ്കിൽ വിൽ യു ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് മീ ഗോ, ഞാൻ പോവട്ടെ. ഞാൻ പോവട്ടെ, വിൽ യു. എന്താണ്? ഞാൻ പോവട്ടെ, വിൽ യു. ഈ പോയിന്റുകളെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പലരും തെറ്റിക്കാറുള്ള ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സാധാരണ രീതിയിൽ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. പറയേണ്ട ബേസിക് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ
നിങ്ങളൊരു മത്സരാർത്ഥിയാണെങ്കിൽ, ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് കേരള PSC പോലെയുള്ള പരീക്ഷകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനം ഇത് പോരാ. തീർച്ചയായും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയുള്ളവർക്ക് പാർട്ട് 2 നിർബന്ധമായും കാണേണ്ടതുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റുകൾ കഴിഞ്ഞ അധ്യായത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ അധ്യായത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോർ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ആദ്യം എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കമാൻഡ്, ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഇതൊക്കെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ പ്രത്യേകത, സാധാരണ ഇത്തരം സെൻറ്റൻസുകൾ ആരംഭിക്കുന്നത് ഒരു വെർബിലായിരിക്കും. അപ്പോൾ സാധാരണ വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ. ഓപ്പൺ ദ ഡോർ, കം ഹിയർ, ഇതൊക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇതുപോലെയുള്ള സെൻറ്റൻസുകളുടെയും ക്വസ്റ്റ്യൻ ടാഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ പോസിറ്റീവും നെഗറ്റീവും രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. പോസിറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഓക്കെ, ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഓപ്പൺ ദ ഡോർ, ഇതൊരു പോസിറ്റീവായിട്ടൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഓപ്പൺ ദ ഡോർ, ഓപ്പൺ എന്ന് പറയുന്ന ഒരു വെർബിലാണ് ഈ സെൻറ്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഒരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ ടാഗ് എന്ന് പറയുന്നത്, അത് ഏത് ടാഗ് ആണെങ്കിലും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ വോണ്ട് യു അല്ലെങ്കിൽ വിൽ യു. ശ്രദ്ധിക്കുക, ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പോസിറ്റീവ് ഇമ്പറേറ്റീവിൽ ഈ രണ്ട് ടാഗും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സ്വാഭാവികമായും മത്സര പരീക്ഷകളിലൊക്കെ ഓപ്ഷൻസിൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾക്ക് ഇത് രണ്ടും തരാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം വില്യു എന്ന് പറയാം, ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് വില്യു എന്ന് പറയാം, വോണ്ട് യു എന്ന് പറയാം. സംസാരത്തിൽ പൊതുവെ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഓപ്പൺ ദ ഡോർ, വില്യു. ഇനി അത് കുറച്ചുകൂടെ അർജൻസിയിൽ അല്ലെങ്കിൽ ഇത്തിരി സീരിയസ് ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ വോണ്ട് യു ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്തിരി അർജൻസി ഉള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തിരക്കിട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം കൂടുതൽ ഉണ്ട് എങ്കിൽ നമുക്ക് വോണ്ട് യു ഉപയോഗിക്കാം. വോണ്ട് യു ആണ് കുറച്ചുകൂടെ അഭികാമ്യം. സാധാരണ രീതിയിൽ വിൽ യു ഉപയോഗിക്കാം. പക്ഷെ പേപ്പറിൽ എഴുതി വെച്ച ഒരു സെൻറ്റൻസിൽ അതിൻ്റെ അർജൻസി നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഓപ്പൺ ദ ഡോർ എന്ന് അച്ചടിച്ച് വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഓപ്പൺ ദ ഡോർ പോലെയുള്ള, കം ഹിയർ പോലെയുള്ള, ടേക്ക് ദിസ്, റൈറ്റ് ഡൗൺ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞയോ കമാൻഡുകളോ റിക്വസ്റ്റുകളോ രണ്ട് തരത്തിലുള്ള ടാഗ് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, രണ്ടും ശരിയാണ്, രണ്ടും ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. കൈൻഡ്ലി സൈൻ ദീസ് ഫയൽസ്. കൈൻഡ്ലി സൈൻ ദീസ് ഫയൽസ്, ഇത് റിക്വസ്റ്റ് ആണ് അല്ലേ? സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ വോണ്ട് യു അല്ലെങ്കിൽ വിൽ യു, രണ്ടും നമുക്ക് പറയാൻ സാധിക്കും. ഹാവ് എ ചോക്ലേറ്റ്, ഹാവ് എ ചോക്ലേറ്റ്, ഒരു ചോക്ലേറ്റ് കഴിക്കൂ. ഈ പറഞ്ഞതുപോലെ ഇതൊരു പോസിറ്റീവ് ഇമ്പറേറ്റീവ് ആണ്. വോണ്ട് യു ഉപയോഗിക്കാം, വിൽ യു ഉപയോഗിക്കാം. ഓക്കെ, മറ്റൊരു സെൻറ്റൻസിലേക്ക് വരാം. പാസ് മീ ദ ഷുഗർ, ആ ഷുഗർ ഇങ്ങ് തരൂ, ആ ഷുഗർ ഒന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യൂ. പാസ് മീ ദ ഷുഗർ ഒരു റിക്വസ്റ്റ് ആണ്. വോണ്ട് യു, വിൽ യു. മറ്റൊരു എക്സാമ്പിൾ, ബി കെയർഫുൾ. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ എപ്പോഴും പരീക്ഷകളിൽ കാണാറുണ്ട്.
ബി കെയർഫുൾ വെൻ യു റൈഡ് ഓൺ എ ബൈക്ക്. ഓക്കെ, സ്വാഭാവികമായും വോണ്ട് യു അല്ലെങ്കിൽ വിൽ യു, ഇത് രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള ചോയ്സുകളുണ്ട്. ഒന്നുകിൽ വോണ്ട് യു അല്ലെങ്കിൽ വിൽ യു. വോണ്ട് യു, വിൽ യു. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ കുറച്ച് അർജൻസി ഉണ്ട് എങ്കിൽ നമുക്കതിനെ വോണ്ട് യു ഉപയോഗിച്ച് പറയാം. നോർമൽ കേസ് ആണെങ്കിൽ വിൽ യു ഉപയോഗിച്ച് പറയാം. പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആ ഒരു മാനദണ്ഡം നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ചടിച്ച് വെച്ചിരിക്കുന്നതിൽ എമർജൻസി നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, എന്നാൽ അടുത്ത പോയിന്റ്, ഈ തരുന്ന ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഇമ്പറേറ്റീവിന് പകരം അതൊരു നെഗറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ചോയ്സ് ഇല്ല, ഒരു സ്വാതന്ത്ര്യമില്ല. ശ്രദ്ധിക്കുക, ഡോണ്ട് സൈൻ ദിസ് ഫയൽസ്. നേരത്തെ പറഞ്ഞ പ്ലീസ് സൈൻ ദീസ് ഫയൽസ് അല്ലെങ്കിൽ സൈൻ ദീസ് ഫയൽസ്, ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞത് പോസിറ്റീവ് ആണ്. പക്ഷെ അതിന് മുമ്പിൽ ഒരു ഡോണ്ട് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും. നെഗറ്റീവ് ഇമ്പറേറ്റീവിൽ നമുക്ക് ഒരൊറ്റ സാധ്യതയുള്ളൂ, വിൽ യു മാത്രം. വോണ്ട് യു ഉപയോഗിക്കരുത്. വിൽ യു മാത്രമേ ഉപയോഗിക്കാവൂ, വോണ്ട് യു അരുത്. ഓക്കെ, വോണ്ട് യു ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത, ഡോണ്ട് ക്ലോസ് ദ വിൻഡോ. തീർച്ചയായിട്ടും ഡോണ്ട് എന്ന് പറയുന്ന പ്രയോഗം വന്നിരിക്കുകയാണ്. ഇതൊരു നെഗറ്റീവ് ഇമ്പറേറ്റീവ് ആണ്. ഡോണ്ട് ഹാവ് എ ചോക്ലേറ്റ്, ഡോണ്ട് സ്മോക്ക് ഇൻ ദിസ് റൂം, ഇതെല്ലാം നെഗറ്റീവാണ്. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്, എന്നെ അങ്ങനെ നോക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് യാതൊരു സംശയവുമില്ല. വിൽ യു, വിൽ യു, വിൽ യു, വിൽ യു. ഡോണ്ട് ക്ലോസ് ദ വിൻഡോ, വിൽ യു. ഡോണ്ട് ഹാവ് എ ചോക്ലേറ്റ്, വിൽ യു. ഡോണ്ട് സ്മോക്ക് ഇൻ ദ റൂം, വിൽ യു. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്, വിൽ യു. അപ്പോൾ നെഗറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ വിൽ യു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു പോസിറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ നമുക്കവിടെ വിൽ യുവിന് സ്വാതന്ത്ര്യമുണ്ട്, വോണ്ട് യുവിനും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കേസ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ തന്നെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇംപേഷ്യൻസ്, ഇറിറ്റേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ അതുപോലെ ഇംപേഷ്യൻസോ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണെങ്കിൽ അത് നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സെൻറ്റൻസ് ആണ് തരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് കാൺഡ് യു ആണ്. ശ്രദ്ധിക്കുക, കാൺഡ് യു ആണ്. ഓക്കെ, കാൺഡ് യു. അപ്പോൾ കാൺഡ് യു ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇംപേഷ്യൻസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഇംപേഷ്യൻ. ഷട്ട് യുവർ മൗത്ത്. ആ പ്രയോഗം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഷട്ട് യുവർ മൗത്ത്, കാൺഡ് യു. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ കാൺഡ് യു ആണ്. ഇതുപോലെയുള്ള ഇംപേഷ്യൻസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ. കീപ് ക്വയറ്റ്, കീപ് ക്വയറ്റ് നമ്മൾ പറയാറുണ്ട്. കീപ് ക്വയറ്റ്, ലിസൺ ടു മീ, കാൺഡ് യു, കാൺഡ് യു. അപ്പോൾ ഈ ഒരു കേസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഇംപേഷ്യൻസ് ഉണ്ട് എങ്കിൽ കാൺഡ് യു ഉപയോഗിക്കാം. കീപ് ക്വയറ്റ്, കാൺഡ് യു, ലിസൺ ടു മീ, കാൺഡ് യു. ഇതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. ഇതൊരു അഡ്വാൻസ്ഡ് പോയിന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് തരുന്ന ചോദ്യങ്ങളിൽ നീഡിൻ്റെ, നീഡ്, നീഡ്സ്, നീഡഡ് ഇതുപോലെയുള്ള വാക്കുകളുണ്ട് എങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു സെൻറ്റൻസ് നോക്കിയേ. ഐ നീഡിൻറ്റ് ഡു ദാറ്റ്. നീഡ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഇതൊരു മോഡൽ ഓക്സിലറി വെർബാണ്. ഇതൊരു മോഡൽ ഓക്സിലറി വെർബാണ്. തീർച്ചയായിട്ടും ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടാഗ് ഇടുന്ന സമയത്ത് ഇതിൽ ഓക്സിലറി വെർബായി നീഡിൻറ്റ്, അതിൽ നിന്ന് നീഡിനെ എടുത്ത് നമ്മൾ പുറത്തേക്ക് എഴുതും അല്ലേ. ഓക്കെ, നീഡ്. അതിൻ്റെ സബ്ജക്റ്റ് എടുത്ത് എഴുതിയിരിക്കുന്നു ഐ നീഡിൻറ്റ് ഡു ദാറ്റ്. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, എനിക്കത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഐ നീഡിൻറ്റ് ഡു ദാറ്റ്. അപ്പോൾ നീഡായി. ഐ നീഡിൻറ്റ് ഡു ദാറ്റ്, നീഡായി. ഒരു എക്സാമ്പിളോട് നോക്കിക്കോളൂ. ഐ നീഡ് ടു സ്റ്റേ ലോങ്. ഐ നീഡ് നോട്ട് ടു സ്റ്റേ ലോങ്. എനിക്ക് ഒത്തിരി സമയം നിൽക്കേണ്ട ആവശ്യമില്ല. ഐ നീഡ് നോട്ട് സ്റ്റേ ലോങ്. ഈ നീഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നു, കാരണം ഇവിടെ നോട്ടുണ്ട്. ഇത് നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ നീഡ് എടുത്ത് എഴുതാം.
ആയി എഴുതിയിരിക്കുന്നു. അപ്പോൾ നീഡ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഒരു ഓക്സിലറി വെർബ് ആണ് എന്നതുകൊണ്ട് നമുക്കിവിടെ മറ്റ് സംശയങ്ങളൊന്നുമില്ല. നീഡിൻ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നീഡിൻ്റ്. എന്നാൽ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് നീഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, നീഡിൻ്റെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നീഡാണെങ്കിൽ സംഗതി പ്രശ്നമാണ്. നീഡിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ടാഗിലില്ല. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നീഡിൻ്റ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ടാഗിൽ നീഡിൻ്റ്, ക്വസ്റ്റ്യൻ ടാഗിൽ നീഡിൻ്റ് ഇല്ല. ക്വസ്റ്റ്യൻ ടാഗിൽ നീഡിൻ്റ് എന്ന് പറയുന്ന പ്രയോഗം ഇല്ല. ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇവിടുന്ന് നീഡ് എടുത്ത് ഇവിടെ വയ്ക്കുമ്പോൾ നീഡിൻ്റ് ആയി മാറും. നമുക്കറിയാം നീഡിൻ്റ് യു എന്നാണ് വരേണ്ടത്. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഇത്തരത്തിൽ നീഡ് എന്ന് പറയുന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ യു നീഡ് മണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നീഡ് തനിച്ച് ഇതുപോലെ വരുമ്പോൾ, അല്ലെങ്കിൽ നീഡ് ടു, ഒന്നുകിൽ നീഡെന്നോ അല്ലെങ്കിൽ നീഡ് ടു എന്നോ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത് മെയിൻ വെർബാണ്. എന്താണ് അത്? മെയിൻ വെർബായിരിക്കും. മെയിൻ വെർബുകളുടെ ഉള്ളിൽ ഉള്ള ഓക്സിലറി വെർബ് ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡു എന്ന് പറയുന്ന യു നീഡ് മണി, നിനക്ക് പണം ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഇവിടെ ഡു ആണുള്ളത്. അപ്പോൾ ചോദ്യത്തിനകത്ത് നീഡിൻ്റെ ആണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഓക്സിലറി എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ ടാഗിൽ നീഡിൻ്റെ ഇല്ല എന്നുള്ളത് കൊണ്ട് യു നീഡ് മണി എന്നുള്ളതിൽ നിന്ന് നമ്മളതിൻ്റെ അതിനകത്തുനിന്നും ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ പുറത്തെടുക്കുകയാണ്. കാരണം ഇവിടെ ഇതൊരു മെയിൻ വെർബാണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ നീഡ് ടു സ്റ്റേ ലോങ്. ഐ നീഡ് ടു സ്റ്റേ ലോങ്. ഇവിടെ നീഡ് ടു എന്ന് പറയുന്ന പ്രയോഗം ഇത് മെയിൻ വെർബാണ്. നീഡ് ടു മെയിൻ വെർബാണ്. ഇതിനുള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട്. ഡുവിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഡോണ്ട് യു. ഓക്കെ, ഡോണ്ട് യു, ഡോണ്ട് യു. അപ്പോൾ ഈ ഒരു പോയിന്റ് വ്യക്തമാക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നീഡിൻ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നീഡായിരിക്കും ടാഗിൽ വരിക. എന്നാൽ സെൻറ്റൻസിൽ പോസിറ്റീവായിട്ട് നീഡ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ നീഡ് ടു എന്നാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ടാഗിൽ ഡോണ്ട് ഡു ആയിരിക്കും. ഇനി അഥവാ നീഡ്സ് ടു എന്നാണ്, അല്ലെങ്കിൽ വെറും നീഡ്സ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം അത്തരം സെൻറ്റൻസുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് ഓക്സിലറി ഡസ് ആയിരിക്കും. ദ കാർ നീഡ്സ്, ഡസൻറ്റ് ഇറ്റ്. ദ കാർ നീഡ്സ് റിപ്പയറിംഗ്, ഡസൻറ്റ് ഇറ്റ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഹി നീഡ്സ് ടു ഈറ്റ് സൂൺ. അവിടെ നീഡിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. ഡസിനെ നമ്മൾ പുറത്തെടുത്തെഴുതുന്നു. ഡസൻറ്റ് ഇറ്റ്. എന്താണ്? ഡസൻറ്റ് ഇറ്റ്. അപ്പം നീഡ്സിൻ്റെ ഉള്ളിൽ ഡസ് ആണുള്ളത്, നീഡിൻ്റെ ഉള്ളിൽ ടു ആണുള്ളത്. ഇനി അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ നീഡഡ് വന്നേക്കാം. നീഡഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നീഡഡിൻ്റെ ഉള്ളിൽ ഡിറ്റ് ആണ് ഉള്ളത്. ഡിറ്റ്. അപ്പോൾ ഹി നീഡഡ് ഗ്ലാസസ്, ഡിഡിൻറ്റ് ഹി. ഡിഡിൻറ്റ് ഹി. ഷീ നീഡഡ് ടു ഗെറ്റ് ഹെർ കാർ. സ്വാഭാവികമായും ഡിഡിൻറ്റ്. ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇതുകൂടി കൃത്യമായി മനസ്സിൽ വയ്ക്കുക. Question tag for complex sentences. കോംപ്ലക്സ് സെൻറ്റൻസസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോംപ്ലക്സ് സെൻറ്റൻസസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തരാം. ഈ 2 ചോദ്യങ്ങളുടെ പ്രത്യേകത, ഇത് കേരള PSC പരീക്ഷയിൽ 2 തവണയായിട്ട് ചോദിച്ചില്ല 2 ചോദ്യങ്ങളാണ്. ജസ്റ്റ് എന്തിനാണ് ഈ അല്ലെങ്കിൽ എന്താണ് ഈ കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരിക്കുകയാണ്. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്.
ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ PSC പരീക്ഷയിൽ ചോദിച്ചു. എന്താണ് ഇതിൻ്റെ ആൻസർ? നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ നൽകാവുന്നതാണ്. ഓക്കെ, നിങ്ങളിതിൻ്റെ ആൻസർ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിതുവരെ പഠിച്ചത് വെച്ചിട്ട് യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഡോണ്ട് യു എന്നാണ്. ഡോണ്ട് യു. ഓക്കെ, ഡോണ്ട് യു എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. ഡോണ്ട് യു. ഓക്കെ, എന്നാൽ ഇതിനെ പിന്തുടർന്ന മറ്റൊരു ക്വസ്റ്റ്യൻ PSC പരീക്ഷയിൽ ചോദിച്ചു. അതിൽ ആദ്യം പരീക്ഷകളിൽ വന്നത് PSC പരീക്ഷകളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതി പൊതുവെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്തരം ഒരു മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു പരീക്ഷയിൽ. അന്ന് PSCയുടെ ആൻസർ, ഈ ചോദ്യത്തിൻ്റെ ആൻസർ, ഐ തിങ്ക് ഐ ആം റൈറ്റ് എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആം എന്ന് പറയുന്ന ഓക്സിലറിയെ പരിഗണിച്ചു, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു. ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആം പ്ലസ് നോട്ട് നമുക്കറിയാം ആറിൻ്റ് ആണ്. ഓക്കെ, ആറിൻ്റ് എന്നാണ് ടാഗിൽ നമ്മൾ എഴുതാറുള്ളത്. സ്വാഭാവികമായും ആറിൻ്റ് ഐ ആണ് ഇവിടെ ശരിയായ ആൻസർ. ഓപ്ഷൻ ഇതായിരുന്നു. PSCയുടെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. എന്നാൽ 2019 VEO പരീക്ഷയിലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം PSC നടത്തിയത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് PYQ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായി ചോദിച്ചതുകൊണ്ട് പലരും ഈ പറയുന്ന രണ്ടാമത്തെ ഭാഗം പരിഗണിക്കുകയും ആറിൻ്റെയു ആൻസർ എഴുതുകയും ചെയ്തു. പക്ഷേ ആൻസർ തെറ്റായിരുന്നു. ഈ ഭാഗത്തെ യു തിങ്ക് എന്ന് പറയുന്ന ഈ ഭാഗം പരിഗണിച്ചിട്ട് ഡോണ്ട് യു ആണ് PSCയുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരേപോലെ തന്നിരിക്കുന്ന രണ്ട് സെൻറ്റൻസുകളിൽ ഇതിൽ ഇവിടെയാണ്, ഇതാണ് ആൻസർ. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇതാണ് ആൻസർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം കാണുക. ആദ്യം നമുക്ക് എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. എങ്കിൽ മാത്രമേ ഈ അധ്യായം കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണ് എന്ന് പറയുന്ന അധ്യായങ്ങൾ വേറെയുണ്ട്. ഈ യൂട്യൂബിൽ തന്നെ കോംപ്ലക്സ്, കോമ്പൗണ്ട്, സിമ്പിൾ സെൻറ്റൻസുകളെ വിവരിക്കുന്ന ലെസൺസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് സിമ്പിൾ സെൻറ്റൻസ്, എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. എങ്കിലും കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എ സെൻറ്റൻസ് ഹാവിങ് വൺ മെയിൻ ക്ലോസ്. എന്താണ് ഹാവിങ് വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ് as complex sentences. Okay. Generally, the tag of the main clause is used as the question tag for a complex sentences. അതായത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐ തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യൻറ്റ്. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഓക്കെ, അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആവാനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഇതിനകത്തൊരു മെയിൻ ക്ലോസ് ഉണ്ട്, വൺ മെയിൻ ക്ലോസ് ഉണ്ട്. എന്താണ് മെയിൻ ക്ലോസ്? ഞാൻ ഇതിനെ രണ്ടാക്കി മുറുക്കിയാണ്. ഇത് രണ്ട് സെൻറ്റൻസുകളാണ്, സെൻറ്റൻസ് 1, സെൻറ്റൻസ് 2. ഐ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലേ? ഒരു ലക്ഷണമൊത്ത സെൻറ്റൻസ് ആണ്. അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ക്രിയയുണ്ട്. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ക്രിയയുണ്ട്, സ്വാഭാവികമായി ഓക്സിലറി ഉണ്ടാകും. പൂർണ്ണമായ ഒരു സെൻറ്റൻസ് ആണ്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മെയിൻ ക്ലോസ് ആണ്. എന്താണ്? ഒരു മെയിൻ ക്ലോസ് ആണ്. എന്നാൽ അടുത്ത ഭാഗം ദാറ്റ് യു ആർ ബ്രില്യൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, ദാറ്റ് യു ആർ ബ്രില്യൻറ്റ് പൂർണ്ണമല്ല, ഒരു അപൂർണതയുണ്ട്.
അതിന് മുമ്പിൽ എന്തോ മിസ്സിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം. ദാറ്റ് യു ആർ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ മിസ്സിംഗ് ഉണ്ടെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് മെയിൻ ക്ലോസ് അല്ല, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ചേർന്ന സെൻറ്റൻസുകളെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാനിവിടെ പറയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, we believe that he is a thief. അവൻ കള്ളനാണ്, അവനൊരു കള്ളനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സെൻറ്റൻസ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുറിച്ച് 2 സെൻറ്റൻസ് ആക്കി നോക്കാം. we believe എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. that he is a thief is not a main clause, it's a subordinate clause. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബിക്കോസ് that he is a thief എന്ന് പറഞ്ഞാൽ അവനൊരു കള്ളനാണ് എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, കാരണം ഒരു ദാറ്റ് ഉണ്ട് ഇവിടെ. that he is a thief എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. അപ്പോൾ അർത്ഥം പൂർണ്ണമാവാൻ വേണ്ടി വരുന്ന ഈ ഭാഗം അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിനർത്ഥം പൂർണ്ണമാണെങ്കിൽ ഒരു മെയിൻ ക്ലോസ് വേണം. ഈ മെയിൻ ക്ലോസ് ഇങ്ങോട്ട് വരണം. ഇത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്? എന്താണ്? മെയിൻ ക്ലോസ് ഈസ് യൂസ്ഡ് ആസ് എ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ കോംപ്ലക്സ് സെൻറ്റൻസസ്. ഇതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഈ ഭാഗം പരിഗണിച്ചാൽ മതി. we believe മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ, ഈ ഭാഗം നമ്മൾ പരിഗണിക്കേണ്ട. ഓക്കെ, എക്സാമ്പിൾസ് ശ്രദ്ധിക്കൂ. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ്, രാകേഷ് സെഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് ദ എക്സ്പെൻസ്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് എന്താണ്? രാകേഷ് സെഡ് ദാറ്റ്, രാകേഷ് സെഡ്, രാകേഷ് പറഞ്ഞു. ദാറ്റ് ഹി വുഡ് മീറ്റ്, ഇല്ല എവിടെ വെച്ചത് മുറുക്കിയ നമ്മൾ. ദാറ്റ് ഹി വുഡ് മീറ്റ് ദ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അങ്ങനെ പറയും, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. മെയിൻ ക്ലോസിന് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും, സബോർഡിനേറ്റ് ക്ലോസിന് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, എന്തായാലും കോംപ്ലക്സ്, കോമ്പൗണ്ട്, സിമ്പിൾ സെൻറ്റൻസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ചെയ്ത വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കാണാം. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രാകേഷ് സെഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. ഇവിടെ സെഡിനകത്ത് ഡിഡ് ഉണ്ട്, ആ ഡിഡ് നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അതുപോലെ രാകേഷ് ആണാണ്, അതുകൊണ്ട് ഹി സബ്ജക്റ്റ് ആയിട്ട് വെക്കും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ടാഗ് ഡിഡിൻറ്റ് ഹി ആണ്. ഡിഡിൻറ്റ് ഹി ആണ്. ഈ ഭാഗം നമ്മൾ പരിശോധിക്കില്ല. ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ എന്താണ്? വുഡിൻറ്റ് ഹി വരുമായിരുന്നു. എന്താണ്? വുഡിൻറ്റ് ഹി ആണ് വരേണ്ടത് അല്ലേ? പക്ഷെ അത് തെറ്റാണ്. വുഡിൻറ്റ് ഹി തെറ്റാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം മെയിൻ ക്ലോസ് പരിഗണിക്കണം. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കുക. യു തിങ്ക് യു ആർ റൈറ്റ്. ഈ ഒരു സെൻറ്റൻസിൽ യു തിങ്ക് യു ആർ റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടാഗ് ഡോണ്ട് യു ആണ്. ഈ സെൻറ്റൻസിനെ നമ്മൾ ഇവിടെ വെച്ച് മുറുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്നൊരു സംശയം, യു ആർ റൈറ്റ് ഒരു മെയിൻ ക്ലോസ് അല്ലേ? യു തിങ്ക് പോലെ തന്നെ പൂർണ്ണമായൊരു സെൻറ്റൻസ് അല്ലേ? പക്ഷെ ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന വാക്ക് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കോംപ്ലക്സ് സെൻറ്റൻസുകളിൽ ചില സെൻറ്റൻസുകളിൽ ദാറ്റ് പ്രകടമായിട്ട് പറയാറില്ല, ഉപയോഗിക്കാറില്ല, കാണിക്കാറില്ല. ഓക്കെ, അപ്പോൾ യു തിങ്ക് ദാറ്റ് യു ആർ റൈറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആണിത്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിൽ ദാറ്റ് മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തേതായിരിക്കും മെയിൻ ക്ലോസ് യു തിങ്ക്. അതായത് ഇവിടെ ദാറ്റ് കണ്ടില്ല എങ്കിൽ സംശയിക്കേണ്ട, ആദ്യത്തേത് മെയിൻ ക്ലോസ് ആയിരിക്കും. യു തിങ്കിൽ തിങ്കിനകത്തുള്ള ഡു നമ്മൾ പുറത്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഡോണ്ട് അല്ലേ, നോട്ട് ചേർത്ത് ഡോണ്ട് എന്നാക്കി. ഡോണ്ട് സബ്ജക്റ്റ് എടുത്ത് തൊട്ട് മുമ്പിൽ എഴുതി ഡോണ്ട് യു തിങ്ക്. യു തിങ്ക് യു ആർ റൈറ്റ്, ഡോണ്ട് യു. യു തിങ്ക് ദാറ്റ് യു ആർ റൈറ്റ്, ഡോണ്ട് യു. അടുത്ത ഒരു എക്സാമ്പിൾ പരിശോധിക്കാം നമുക്ക്. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് വി വിൽ ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ഗ്രാമർ സൂൺ. ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഒരു പൂർണ്ണമായ അർത്ഥമുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് വി വിൽ ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ സൂൺ എന്ന് പറയുന്നത് ഇത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഓക്കെ, കാരണം ദാറ്റുള്ള സെൻറ്റൻസ് ആണ്, അപൂർണമാണ്. ഈ സെൻറ്റൻസിനകത്ത് ഇതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്.
മെയിൻ ക്ലോസ് ലെറ്റസ് ഹോപ്പ് ആണ്. ലെറ്റസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലെറ്റസിന്റെ ടാഗ് ഏതാണ്? വിൽ യു, സോറി ക്ഷമിക്കണം, ലെറ്റസിന്റെ ടാഗ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഷാൽ വി ആണ്. ഷാൽ വി, ലെറ്റസ് ഷാൽ വി ആണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ലെറ്റ്സ് ഹോപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് കൂടിയാണ്. ഓക്കെ, ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ ക്ലോസിൽ ലെറ്റസ് ഉള്ളത് കൊണ്ട് മെയിൻ ക്ലോസിന്റെ ടാഗ് എന്ന് പറയുന്നത് ഷാൽ വി ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. ടെൽ ഹിം ദാറ്റ് ഹി വിൽ ഗെറ്റ് ഓൾ കൺസെഷൻസ്. ടെൽ ഹിം ദാറ്റ് ഹി വിൽ ഗെറ്റ്, അപ്പോൾ നമ്മളിവിടെ മുറിക്കുകയാണ്. ടെൽ ഹിം ഇതിനകത്ത് മെയിൻ ക്ലോസ് ആണ്. അതുപോലെ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ്, ഓക്കെ, ക്ലോസ്. ഇവിടെ സ്വാഭാവികമായും ടെൽ ഹിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ടെൽ എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വെർബിൽ തുടങ്ങുന്ന ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു സെന്റൻസ്, ഒരു പോസിറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസ് സ്വാഭാവികമായും നമുക്ക് ഒന്നുകിൽ വിൽ അല്ലെങ്കിൽ ഒന്നുകിൽ വിൽ യു എന്നോ അല്ലെങ്കിൽ വോണ്ട് യു എന്നോ ഉപയോഗിക്കാവുന്നതാണ്. വോണ്ട് യു എന്നോ ഉപയോഗിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മളിവിടെ വിൽ യു ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടെൽ ഹിം എന്ന് പറയുന്ന മെയിൻ വെർബിന്റെ ടാഗ് അവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഹി വിൽ ഗെറ്റ് ഓൾ കൺസെഷൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ദാറ്റ് ഹി വിൽ ഗെറ്റ് ഓൾ കൺസെഷൻസ് എന്ന് പറയുന്ന ഭാഗം ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയതുകൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കാത്തത്. ടെൽ ഹിം അതിലെ മെയിൻ ക്ലോസ് ആണ്. ടെൽ ഹിം എന്ന് പറയുന്നത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ വിൽ യു ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ. When he reached the railway station, when he reached the railway station, the train had left. ഈ സെന്റൻസിൽ നമുക്ക് എവിടെ മുറിക്കാം? When he reached the railway, ഇതിനകത്തുള്ള കൺജങ്ഷൻ ഇവിടെ എത്തിയിരിക്കുന്നത് when മുമ്പിലാണ്, ആദ്യം തന്നെ വെച്ചിരിക്കുകയാണ്. When he reached the railway station ആണ് ഇതിലെ ആദ്യത്തെ ഭാഗം. ഇവിടെ കോമ കണ്ടോ? The train had left രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് when ഇവിടെ വരുന്നത് കൊണ്ട് ഈ സെന്റൻസിലെ ദാറ്റ് പോലെ ഇവിടേക്ക് ദാറ്റ് പറഞ്ഞതുപോലെയാണ് ഇവിടെ when വരുന്നത്. When he reached the railway station എന്ന് പറയുമ്പോൾ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതാണ് സബോർഡിനേറ്റ്, ഇതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇതിലെ മെയിൻ ക്ലോസ് ആദ്യം വന്നില്ല, അപ്പോൾ അങ്ങനെയും വരും. ഓക്കെ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ആണ് പൂർണ്ണമായി അർത്ഥമുള്ള സെന്റൻസ്. അതുകൊണ്ട് ഈ സെന്റൻസിലെ മെയിൻ ക്ലോസ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഹാഡിൻ്റെ ഇറ്റാണ്. അതായത് ഈ ഹാഡ് എടുത്തു അതിനെ നെഗറ്റീവ് ആക്കിയിരിക്കുന്നു. ദ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ ആയതുകൊണ്ട് ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയും വരാം. സബോർഡിനേറ്റ് ക്ലോസ് ആദ്യവും മെയിൻ ക്ലോസ് രണ്ടാമതും വരാം. അപ്പോൾ ഇതൊക്കെയാണ് കോംപ്ലക്സ് സെൻറ്റൻസിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും വിഭിന്നമായിട്ട് സബ്ജക്റ്റുകൾ ഐ അതുപോലെ വി എന്നിവ വന്നാൽ നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് വേണം ചിന്തിക്കാൻ. ഒന്നുകൂടി പറയാം. നേരത്തെ പറഞ്ഞ റൂൾ എന്തായിരുന്നു? കോംപ്ലക്സ് സെൻറ്റൻസിൽ കോംപ്ലക്സ് സെൻറ്റൻസിൽ മെയിൻ ക്ലോസ് പരിഗണിക്കണം. മെയിൻ ക്ലോസ് പരിഗണിക്കണം. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൻ്റെ ടാഗ് ആണ് എഴുതേണ്ടത് എന്നുള്ളതാണ് റൂള്. ഇതാണ് റൂള്. ഓക്കെ, റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് വന്നാൽ മെയിൻ ക്ലോസ് പരിഗണിക്കണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ വന്നാൽ ഇതിന് ചെറിയൊരു മാറ്റം വരാം. ശ്രദ്ധിക്കുക. ഐ തിങ്ക് ഐ ആം റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച നിയമപ്രകാരം, നേരത്തെ ഡിസ്കസ് ചെയ്ത നിയമപ്രകാരം ഇതിനകത്തുള്ള മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ആണ്. സ്വാഭാവികമായും തിങ്ങിനുള്ളിലുള്ള ഡു പുറത്തെടുത്ത് ഡോണ്ട് ഐ എന്ന് നമ്മൾ എഴുതും. ഇതാണല്ലോ റൂള്. എന്നാൽ ഈ ഒരു കേസിൽ അത് തെറ്റാണ്.
എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? ഐ തിങ്ക്, ഞാൻ കരുതുന്നു. ഐ ആം റൈറ്റ്, ഞാൻ ശരിയാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെയാണ്. ഈ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി, സമർത്ഥിക്കാൻ വേണ്ടി, ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു വാല് പോലെ അല്ലേ എന്ന അർത്ഥത്തിലൊരു ചോദ്യം ചോദിക്കലാണ്. ഒന്ന് കൺഫേം ചെയ്യുകയാണ്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കരുതുന്നോ എന്ന് എന്നോട് തന്നെ ചോദിക്കേണ്ട ആവശ്യം ഇല്ല. അതൊരു ശരിയായ പ്രയോഗമല്ല. അതുകൊണ്ട് ഐ പോലെയുള്ള വാക്ക്, ഐ അതുപോലെ വി, ഫസ്റ്റ് പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ മാത്രം ഈ റൂളിന് മാറ്റമുണ്ട്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് പരിഗണിക്കണം. ഏത് പരിഗണിക്കണം? ഐ അതുപോലെ വി വന്നു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിന്റെ ടാഗ് എഴുതണം. സബോർഡിനേറ്റ്, ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസിന്റെ ടാഗ് എഴുതണം. ഓക്കെ, ടാഗ് എഴുതണം. ശ്രദ്ധിക്കണം, ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അതുകൊണ്ടാണ് ഐ തിങ്ക് ഐ ആം റൈറ്റ് എന്ന് അന്ന് PSC പരീക്ഷ ചോദിച്ചപ്പോൾ അതിൻ്റെ ആൻസർ ആം പ്ലസ് നോട്ട് ആറിൻറ്റ് ഐ മാറിയത്. ഇതായിരുന്നു അന്നത്തെ PSCയുടെ ആൻസർ. ഓക്കെ, അപ്പോൾ പലർക്കും സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിക്കണം. ഇതിന് സമാനമായ മറ്റൊരു എക്സാമ്പിൾ തരാം. വി ബിലീവ്, ഞങ്ങൾ കരുതുന്നു, വി, ദാറ്റ് ഹി ഈസ് ദ കോൺവിക്റ്റ്, അവനാണ് കുറ്റവാളി എന്ന് ഞങ്ങൾ കരുതുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഹി ഈസ് ദ കോൺവിക്റ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈസിൻറ്റ് ഹി എന്ന് ചോദിക്കാം. ഈസിൻറ്റ് ഹി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അതേപോലെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഐ ആം അഫ്രേഡ്, ആരാ? ഐ ആം അഫ്രേഡ് that a lot of people will starve to death. ഒത്തിരി പേര് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഐ ആം അഫ്രേഡ്, ഞാൻ ഭയപ്പെടുന്നു. ആരാ? ഞാൻ. എന്നിട്ട് പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഐ ആം അഫ്രേഡ് എന്ന് പറഞ്ഞിട്ട് വേണ്ട. അതുകൊണ്ട് ഈ പറഞ്ഞ അതേ റൂൾ ആയതുകൊണ്ട്, ഐ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ടാഗ് സ്വാഭാവികമായിട്ടും ഈ ഭാഗം എടുക്കാം. എ ലോട്ട് ഓഫ് പീപ്പിൾ, അതൊരു പ്ലൂറലാണ്, ദേ ആണ് അല്ലേ? ഓക്കെ, വില്ലിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ട് വാണ്ട് ദേ എന്ന ടാഗ് എഴുതാൻ സാധിക്കും. ഐ എം അഫ്രേഡ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ സ്റ്റാർവ് ടു ഡെത്ത്, വാണ്ട് ദേ. ഓക്കെ, ഈ ഒരു റൂള് ശ്രദ്ധിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ രീതിയിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഐ അതുപോലെ യു, ക്ഷമിക്കണം, ഐ അതുപോലെ വി, ഈ സബ്ജക്റ്റുകളുടെ കൂടെ വരുന്ന ക്രിയകൾ ഇതുപോലെയുള്ള ക്രിയകളായിരിക്കും. തിങ്ക്, ബിലീവ്, ആം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ബി അഫ്രൈഡ്, ഓക്കെ, ബി അഫ്രൈഡ് ഓഫ്, ഓക്കെ, ബി അഫ്രൈഡ്, ഇതുപോലെയുള്ള ചില വാക്കുകൾ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഞാൻ ആ വേർഡ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ തരാം. സാധാരണ രീതിയിൽ വരാറുള്ളത് ബിലീവ്, തിങ്ക്, ഹോപ്പ്, സസ്പെക്റ്റ്, സപ്പോസ്, അപ്പിയർ, സീം, ലുക്ക്, ബി അഫ്രൈഡ്, ബി ഷുവർ. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി മീൻസ് അത് ആമാവാം, അല്ല, ഇസ് ആവാം, ആറാവാം, വാസാവാം, വേറാവാം, അല്ലേ? ഓക്കെ, അതാണ് ബി എന്ന് പറയുന്നത്. അതാണ് ബി അഫ്രൈഡ്, ബി ഷുവർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐ അല്ലെങ്കിൽ വി പോലെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ അതിന് കൂടെ ഈ പറയുന്ന വെർബുകൾ, കാരണം അല്ലാതെ ഐയും വിയും കാണുന്ന സിറ്റുവേഷനിൽ എല്ലാം ഇങ്ങനെ പരിഗണിക്കണം എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് റൂള്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സാധാരണ കോംപ്ലക്സ് സെൻറ്റൻസുകളിൽ മെയിൻ ക്ലോസ് പരിഗണിക്കണം. ഐയും വിയും വന്നാൽ ഈ പറയുന്ന വെർബുകൾ കൂടി ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് പരിഗണിക്കണം. അതല്ലാതെ ഞാൻ വേറൊരു ഉദാഹരണം തരാം, ഒരു എക്സെപ്ഷൻ തരികയാണ്. ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ഹി ഈസ് എ കോൺവിക്റ്റ്. ഇവിടെ ഐ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഐ ഹാവ് ടോൾഡ് യു, ടോൾഡ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഹി ഈസ് എ കോൺവിക്റ്റ്, അവനാണ് കുറ്റവാളി എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കല്ലേ ചോദിക്കാം.
ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പോൾ ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ഹി ഈസ് ദ കോൺവിക്റ്റ്. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ക്ലോസ് പരിഗണിക്കാം. ഐ വന്നു, പക്ഷെ മെയിൻ ക്ലോസ് പരിഗണിക്കാം, കാരണം അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു എക്സെപ്ഷൻ അതിനകത്തുണ്ട്. അപൂർവമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും സാധ്യതയുണ്ട്. അപ്പോൾ ഐ അതുപോലെ വി വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള വെർബുകൾ കൂടി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ വരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഏരിയാസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഹാവിൻ്റെ ഐ ആണ്. ഈ ഹാവ് ഇവിടെ എടുത്തെഴുതി ഹാവിൻ്റെ ഐ ആണ് ഈ ഭാഗം. അതായത് ഇതിൽ മെയിൻ ക്ലോസ് ആണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. മെയിൻ ക്ലോസ് ഇവിടെ പരിഗണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ എല്ലാ പോയിന്റുകളും സമഗ്രമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്.